ചെങ്ങന്നൂരിലെ ഇടനാട്ടിൽ വീണ്ടും കാട്ടുപന്നിയുടെ ശല്യം വ്യാപകമാകുന്നതായി കർഷകരുടെ പരാതി. നാളുകൾക്ക് മുൻപ് ചെങ്ങന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പന്നികളെ തുരത്താൻ വനംവകുപ്പിനെ പങ്കെടുപ്പിച്ച് യോഗം ചേർന്നെങ്കിലും പന്നികളൊന്നും ചെങ്ങന്നൂർ നഗരം വിട്ടൊഴിയാതെ വിളയാടുകയാണ്. ഇടനാട് NSS കരയോഗം വക 3.5 ഏക്കറോളം പുരയിടത്തിലെ കൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. D. സുരേഷ് കുമാർ, ശശിധരൻ പിള്ള തുടങ്ങിയവർ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന സ്ഥലത്താണ് കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായത്. വാഴകൾ, ചേമ്പ്, കാച്ചിൽ, തെങ്ങന്തൈകൾ എന്നിവയാണ് വ്യാപകമായി നശിപ്പിച്ചത്. 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ പറയുന്നു. കാട്ടുപന്നികളെ നശിപ്പിക്കാൻ നഗരസഭ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് കർഷകനായ സുരേഷ് കുമാർ പറയുന്നത്. ഞാൻ ഇടനാട് 570 നമ്പർ NSS കരയോഗം വക പുരയിടം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് നമ്മളിവിടെ കൃഷി ചെയ്യുന്നതാണ്. 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം ഈ പ്രദേശത്ത് കാട്ടുപന്നിയുടെ ശല്യം വർദ്ധിക്കുകയും ഇടയ്ക്കിടയ്ക്ക് പന്നി വന്ന് കപ്പ അതുപോലുള്ള കൃഷികൾ കളയുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ അടുത്ത സമയത്തായിട്ട് പന്നിയുടെ ശല്യം വളരെ രൂക്ഷമായി. കഴിഞ്ഞ ദിവസം രാത്രി പന്നി കയറി കൂട്ടത്തോടെ വന്ന് നിരവധി കപ്പയും വാഴയും ചേമ്പും ഒക്കെ കളയുകയുണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. പന്നി കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എല്ലാം മറച്ചു കെട്ടുകയൊക്കെ ഉണ്ടായി. ഇതെല്ലാം മറച്ചു കെട്ടി, എന്നിട്ടും ഇതിനിടയ്ക്കൂടെ പന്നി കയറുകയാണ്. ഇത് എൻ്റെ പച്ചക്കറി കൃഷിയാണ്. കഴിഞ്ഞ ദിവസം ഈ കൃഷിക്കകത്തും പന്നി വന്ന് കയറുകയും കൃഷികൾ അവിടെ ഇവിടെയൊക്കെ പയറും അതും ഇതൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇതിനകത്ത് ഇപ്പോൾ പന്നിയുടെ ശല്യം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1 ലക്ഷം രൂപയോളം ഞങ്ങൾ കൃഷിക്കാർക്ക് എല്ലാവർക്കും കൂടെ, ഈ പുരയിടത്തിൽ കൃഷി ചെയ്യുന്ന മുഴുവൻ കൃഷിക്കാർക്കും കൂടെ 1 ലക്ഷം രൂപയോളം നഷ്ടമായിരിക്കുകയാണ്. തെങ്ങും തൈ, വാഴ, കപ്പ, ചീമച്ചേമ്പ് തുടങ്ങിയവ എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഈ പന്നി ഇവിടെ വിളയാടുകയാണ്. ഇതിനെ ഒന്നിൽ കൊല്ലാനുള്ള സംവിധാനം ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ പന്നിയെ ഇവിടെ നിന്നും ഓടിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ഒരു കാലഘട്ടത്തിൽ ബൈക്കിൽ പോകുമ്പോൾ പട്ടിയെ കുറുകെ ചാടി മറിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇനിയുള്ള കാലം ചിലപ്പോൾ പന്നിയുടെ കുറുകെ ചാടി നിരവധി അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പെരുകൽ വർദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെ ഉന്മൂലനം ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. ഇല്ല എങ്കിൽ ഞങ്ങൾ ഈ കൃഷി ഉപേക്ഷിച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് പള്ളിക്കൽ PK ചെറിയാൻ്റെയും അയൽവാസിയായ ഹരികുമാറിൻ്റെയും പുരയിടത്തിലെ തെങ്ങിൻ തൈകളും ചേന, ചേമ്പ് തുടങ്ങിയ കാർഷിക വിളകളുമാണ് നശിപ്പിച്ചത്. വരട്ടാറിനോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങളിലെ തെങ്ങിൻ തൈകളും മരച്ചീനികളുമെല്ലാം നശിപ്പിച്ചിരുന്നു. പള്ളിക്കൽ ബാബുവിൻ്റെ കായ്ഫലമാകാറായ തെങ്ങുകളും തെങ്ങിൻ തൈകളും നിരവധി മരച്ചീനികളുമാണ് പൂർണ്ണമായും പിഴുതുകളഞ്ഞത്. ബംഗാളിൽ VC ജോർജിന്റെ പുരയിടത്തിലെ വിളവെടുക്കാറായ മരച്ചീനികളും നശിപ്പിച്ചിരുന്നു. പുറംതൊലി പൊളിച്ചു കളഞ്ഞാണ് കാട്ടുപന്നികൾ മരച്ചീനികൾ തിന്നിരുന്നത്. പുത്തൻകാവ് തെക്കേടത്ത് നാലുഴത്തിൽ TA എബ്രഹാമിന്റെ കൃഷിയിടത്തിലെ മരച്ചീനികൾ എല്ലാം കുത്തിയിളക്കി നശിപ്പിച്ചിരുന്നു. പുത്തൻകാവ്, മുളക്കുഴ, അങ്ങാടിക്കൽ, ഗവൺമെന്റ് ITA, ആഞ്ഞിലിമൂട് എന്നിവിടങ്ങളിൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തിയാണ് കാർഷിക വിളകൾ നശിപ്പിച്ചത്. നഗരസഭയുടെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് നടപടിയെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും കാട്ടുപന്നികൾ ഇപ്പോഴും നാടുവിട്ടില്ല എന്നതാണ് കർഷകരുടെ ആശങ്ക. പുത്തൻകാവിലും ഇടനാട്ടിലും ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കാടുപിടിച്ച് കൃഷി ചെയ്യാതെ കിടക്കുന്നത് കാട്ടുപന്നികളുടെ താവളമായി മാറി. ഇങ്ങനെയായാൽ ഇനിയും കൃഷി ഇറക്കുന്നത് എങ്ങനെയെന്നാണ് കർഷകർ ചോദിക്കുന്നത്. നോക്കുകുത്തിയായി മാറിയ നഗരസഭയും ബന്ധപ്പെട്ട അധികാരികളും കാട്ടുപന്നികളെ തുരത്താൻ എന്ത് നടപടിയാണ് എടുക്കുന്നതെന്നാണ് കർഷകരുടെ ചോദ്യം. വാർത്ത ഓൺലൈൻ ന്യൂസ്, ചെങ്ങന്നൂർ.